വെൽക്കം ടു സ്റ്റോറി മങ്ക്. ആദ്യം CJPയുടെ ആഭിമുഖ്യത്തിൽ യുവാക്കളുടെ വലിയ പ്രതിഷേധം, വലിയ സമരം. അതിന് തൊട്ടുപിറകെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ 3 മണിക്കൂർ നീണ്ട പ്രതിഷേധ പ്രകടനം, അതിന് നേർക്കുണ്ടായ പോലീസ് നടപടി. ഇതിൻ്റെ പിന്തുടർച്ചയിൽ ഇന്ന് പാർലമെൻറ്റിൽ ഏത് വിഷയത്തെക്കുറിച്ചും ചർച്ചയാകാം എന്ന് സർക്കാർ പ്രഖ്യാപിക്കുന്നു. പ്രതിപക്ഷം നിശ്ചയിക്കുന്ന സമയത്ത് ചർച്ചയാകാം എന്ന ഉദാരമനസ്കത പാർലമെൻ്ററി കാര്യമന്ത്രി കിരൺ റിജ്ജു അവതരിപ്പിക്കുന്നു. ഭരണമാറ്റത്തിലേക്കുള്ള യാത്രയുടെ തുടക്കമായി യുവാക്കളുടെയും പതിവിന് വിരുദ്ധമായുള്ള കോൺഗ്രസിൻ്റെ സജീവമായ പ്രതിഷേധത്തിൻ്റെയും പ്രകടനം ഒരു ഭരണമാറ്റത്തിലേക്കുള്ള യാത്രയുടെ തുടക്കമാണോ എന്ന സംശയം ഉയരുന്നുണ്ട് ഒരു ഭാഗത്ത്. മറ്റൊന്ന്, ഈ വിഷയങ്ങളെ ചൊല്ലി ഇന്ന് സുപ്രീം കോടതിയുടെ മുന്നിൽ യുവാക്കളുടെ സമരത്തിന് നേർക്കുണ്ടായ പോലീസ് നടപടി, അതിലുണ്ടായ ക്രൂരതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സുപ്രീം കോടതിയുടെ മുമ്പിൽ ഇന്ന് ഹർജി മെൻഷൻ ചെയ്തിരുന്നു. എന്നാൽ ഇത് പെട്ടെന്ന് പരിഗണിക്കേണ്ട ഒരു കാര്യമായി സുപ്രീം കോടതിക്ക് തോന്നുന്നേയില്ല. പോലീസ് വിദ്യാർത്ഥികൾക്ക് നേരെ നടത്തിയ ക്രൂരതയുടെ വീഡിയോ ദൃശ്യങ്ങൾ കൈവശമുണ്ട്, അത് കാണിക്കാം എന്ന് CJPക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകർ പറയുമ്പോൾ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് പറയുന്നത് അതൊന്നും കണ്ട് സമയം കോടതിക്ക് കളയാൻ സമയമില്ല എന്നാണ് ചീഫ് ജസ്റ്റിസ് പറയുന്നത്. മൂന്നാമത്തെ കാര്യം, ഇന്നലെ കോൺഗ്രസ് വലിയ തോതിലുള്ള സമരം പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുൻപിൽ നടത്തിയപ്പോൾ അതിനോട് ദേശീയ മാധ്യമങ്ങൾ എടുത്ത സമീപനമായിരുന്നു. ദേശീയ മാധ്യമങ്ങൾ കോൺഗ്രസിനെ വിമർശിച്ച ആം ആദ്മി പാർട്ടി നേതാവ് സഞ്ജയ് സിംഗിൻ്റെ എക്സിലെ കുറിപ്പെടുത്തു വെച്ചുകൊണ്ട് ഇന്ത്യ സഖ്യത്തിനിടയിൽ ഇതാ വലിയ വിള്ളലുണ്ടായിരിക്കുന്നു എന്ന് വരുത്താനാണ് ദേശീയ മാധ്യമങ്ങൾ ശ്രമിച്ചത്. ഈ വിഷയത്തെക്കുറിച്ചൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത്. ബഷീർ, ഈ വലിയ പ്രതിഷേധം ഇന്നിപ്പോൾ പാർലമെൻറ്റിൽ വന്നിട്ട് സർക്കാരിന് വേണ്ടി പറയുന്നത്, അതിനു മുമ്പ് സോനം വാങ്ചുക്കിനെ കാണാനായി 2 മന്ത്രിമാർ പോയതുണ്ട്. അതിന് പിറകെ പാർലമെൻറ്റിൽ വന്ന് പാർലമെൻ്ററി കാര്യമന്ത്രി പറയുന്നു ഏത് വിഷയത്തെക്കുറിച്ചും ചർച്ചയാവാം. ഇന്ന് പാർലമെൻറ്റ് തുടങ്ങുന്നത് തന്നെ സ്പീക്കറുടെ അനൗൺസ്മെൻറ്റോടുകൂടിയാണ്. ചോദ്യോത്തരവേള കഴിഞ്ഞ് നിങ്ങൾ നോട്ടീസ് നൽകുന്ന ഏത് വിഷയത്തെക്കുറിച്ചും ചർച്ച ചെയ്യാം എന്ന് സ്പീക്കർ ഓം ബിർള പരസ്യമായിട്ട് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ഇന്ന് പാർലമെൻറ്റ് തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് 1 മണിക്കൂർ നിർത്തിവെക്കുന്നു. പിന്നെ പാർലമെൻ്ററി കാര്യമന്ത്രി വന്ന് പറയുന്നു നിങ്ങൾ നിശ്ചയിച്ച സമയത്ത് ചർച്ചയാവാം എന്ന്. അതായത് പാർലമെൻറ്റിൽ ഒരു ചട്ടപ്പടി ചർച്ചയൊക്കെ നടത്തി ഇതങ്ങ് തൽക്കാലത്തേക്ക് കോംപ്രമൈസ് ആക്കി പോകാം എന്നുള്ളൊരു തന്ത്രമാണോ BJPയുടേത്? അതോ ഇതിനി പ്രതിപക്ഷത്തെ മുൻകാലത്ത് കണ്ടതുപോലെ കണ്ടാൽ മതിയാവില്ല, അവർ പറയുന്നത് ചില ഘട്ടങ്ങളിലെങ്കിലും അംഗീകരിച്ചുകൊണ്ടേ പോകാൻ കഴിയൂ, ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്, മറ്റ് പാർട്ടികളുടെ MPമാരെ വിലക്കെടുത്തുകൊണ്ട് ഭൂരിപക്ഷം കൂട്ടിയതുകൊണ്ട് മാത്രം ജനാധിപത്യ രീതിയെ ഈ കഴിഞ്ഞ 12 വർഷം കൈകാര്യം ചെയ്തതുപോലെ ഇനി കൈകാര്യം ചെയ്യാൻ പറ്റില്ല എന്നൊരു തിരിച്ചറിവിലേക്ക് BJP നേതൃത്വവും നരേന്ദ്രമോദി അമിത്ഷാ സഖ്യം നേതൃത്വം നൽകുന്ന സർക്കാരും എത്തി എന്നൊരു നിഗമനത്തിലേക്കൊക്കെ നമുക്ക് എത്താം. 2 എലമെൻറ്റും ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, ഈ പാർലമെൻറ്റ് സമ്മേളനത്തോടു കൂടി വലിയ തോതിൽ ഇപ്പോൾ ബംഗാളിലും മറ്റുമുണ്ടായ തെരഞ്ഞെടുപ്പ് വിധി, അതിനുശേഷം ബംഗാളിലെ പ്രതിപക്ഷത്തെ സ്പ്ലിറ്റ് ചെയ്ത് പാർലമെൻറ്റിൽ MPമാരുടെ എണ്ണം കൂട്ടിയത്, ശിവസേനയിലുണ്ടാക്കിയ സ്പ്ലിറ്റ്, ഇങ്ങനെ പാർലമെൻറ്റിൽ ലോക്സഭയിൽ MPമാരുടെ എണ്ണം തങ്ങളുടെ പക്ഷത്ത് കൂട്ടി എടുത്തതിന് ശേഷം വലിയ ആത്മവിശ്വാസത്തോടു കൂടി ഈ പാർലമെൻറ്റ് സെഷനെ അഭിമുഖീകരിക്കാൻ നിന്ന ഭരണപക്ഷത്തിന് വലിയ തോതിലുള്ള പ്രഹരമാണ് യഥാർത്ഥത്തിൽ ഇന്നലത്തെ സംഭവ വികാസങ്ങളോട് കൂടി സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത്ര ആത്മവിശ്വാസത്തോടു കൂടി പാർലമെൻറ്റ് സെഷനിലേക്ക് പോവുക എന്നതിന് വിഘ്നം സംഭവിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ രാജീവ് സൂചിപ്പിച്ചതുപോലെ പ്രതിപക്ഷത്തെ സ്പ്ലിറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ കൂടി ഈ ശ്രമത്തിന് പിന്നിൽ, ഈ ഒരു അറ്റംപ്റ്റിന് പിന്നിലുണ്ടാകണം. അപ്പോൾ ഇന്നലെ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ ധർണ അവസാനിപ്പിക്കാൻ സന്നദ്ധമായത്, ആദ്യം പാർലമെൻറ്റിൽ ചർച്ച മതി എന്ന് രാഹുൽ സമ്മതിച്ചിരുന്നു. പിന്നീടാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി കൊണ്ടേ പരിഹാരമാകൂ എന്ന നിലപാടെടുത്തത് എന്നാണ് കേന്ദ്രത്തിൻ്റെ ഇക്കാര്യത്തിലുള്ള നിലപാട്. ആദ്യം രാഹുൽ സമ്മതിച്ചിരുന്നു, പിന്നീട് വാക്കുമാറി എന്ന് പറഞ്ഞു. രാഹുൽ ഗോൾ പോസ്റ്റുകൾ മാറ്റിവെച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് BJPയുടെ പ്രതികരണം. അപ്പം ഇത് യഥാർത്ഥത്തിൽ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ ആവശ്യമല്ല, അത്രയും ആ ആവശ്യങ്ങൾ അല്ല രാഹുൽ ഗാന്ധിയുടേത്. രാഹുൽ ഗാന്ധിക്ക് ഇതൊരു സ്റ്റേജ് ഷോ മാത്രമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം ഭരണപക്ഷത്തു നിന്ന് നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ആം ആദ്മി പാർട്ടിയുമായും
കോൺഗ്രസുമായും ഇക്കാര്യത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ ഹൈലൈറ്റ് ചെയ്യുക എന്ന ശ്രമം കൂടി നടക്കുന്നുണ്ട്. ഇതാണെങ്കിൽ കൂടി ഈ പാർലമെൻറ്റിലേക്ക് കുട്ടികൾ നടത്തിയ മാർച്ച്, ജന്തർ മന്ദറിലെ അക്രമം, അതോടൊപ്പം തന്നെ ഇന്നലെ പൊടുന്നനെ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ ഒരു വലിയ ബിൽഡപ്പ്, ഇത്രയും ആകുമ്പോൾ ഇനി പ്രതിപക്ഷ നീക്കങ്ങളെ അവഗണിച്ചു പോകാൻ കഴിയില്ല എന്ന ഒരവസ്ഥയിലേക്ക് കൂടി എത്തിയിട്ടുണ്ടാകണം. ഇതിനെ നമ്മൾ 2011 ഇപ്പോൾ അണ്ണാ ഹസാരയുടെ മൂവ്മെൻറ്റ് ഒക്കെ വരുന്ന 2011 ഏതാണ്ട് അതേ കാലമാണല്ലോ. ഇത് തെരഞ്ഞെടുപ്പിലേക്കുള്ള ദൂരം വെച്ച് നോക്കുമ്പോൾ ഏതാണ്ട് അതേ കാലമാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ രാജ്യത്ത് അന്ന് വലിയ തോതിലുള്ള അഴിമതി പ്രശ്നങ്ങളാണ് ഉന്നയിച്ചു കൊണ്ടുവന്നത്. 4ഓളം വലിയ അഴിമതി കേസുകൾ, 2G സ്പെക്ട്രം കേസ്, അതോടൊപ്പം കൽക്കരി കേസ്, കോമൺവെൽത്ത് ഗെയിംസിൻ്റെ നടത്തിപ്പ്, മഹാരാഷ്ട്രയിലെ ആദർശ് കുംഭകോണം തുടങ്ങിയ കാര്യങ്ങൾ വെച്ചിട്ടാണ്. പക്ഷേ അതിനേക്കാൾ ആളുകളെ ബാധിക്കുന്ന പ്രശ്നമാണ് ഇപ്പോൾ കുട്ടികൾ ഉന്നയിച്ചിരിക്കുന്നത് എന്ന് തോന്നുന്നു. തുടർച്ചയായുള്ള പരീക്ഷകളുടെ ക്രമക്കേട് ഇത് ഏതാണ്ട് എല്ലാ കുടുംബങ്ങളെയും ബാധിക്കുന്ന വിധത്തിലാണ്. വിദ്യാർത്ഥികളുള്ള ഓരോ കുടുംബത്തെയും, അതല്ലെങ്കിൽ വിദ്യാർത്ഥികൾ ഉണ്ടാവണമെന്നില്ല, പരീക്ഷാ നടത്തിപ്പിലെ വിശ്വാസ്യത എന്നത് എല്ലാവരെയും ബാധിക്കുന്ന. അതിലൊരു പൊതുവായൊരു പ്രശ്നമുള്ളത്, പൊതുവിൽ പുറമേക്ക് വലിയ തോതിൽ ഉയർന്നു കേൾക്കുന്നത് ഈ നീറ്റ് പരീക്ഷയിലെ അതിൻ്റെ ചോദ്യപേപ്പർ ചോർന്നതും അത് വിറ്റ് പോയതും അതിനെ തുടർന്നുണ്ടായ ക്രമക്കേടുകളും പുനഃപരീക്ഷ നടത്തിയതും മാത്രമാണ് പൊതുവിൽ പുറമേക്ക് കിട്ടുന്നത്. മറ്റു പല പരീക്ഷകളുടെ കാര്യത്തിൽ ഇതേ പ്രശ്നമുണ്ട് എന്നുള്ളത് പൊതുവിൽ അങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നില്ല. ഇപ്പോൾ CBSE പരീക്ഷയിലുണ്ടായ പ്രശ്നം, അതുപോലെ ഇതര സർവകലാശാലകളിലെ പ്രവേശനത്തിന് നടത്തിയ പൊതുപ്രവേശന പരീക്ഷയുടെ നടത്തിപ്പിലുണ്ടായ ക്രമക്കേട്, ഇങ്ങനെ ഏതാണ്ട് എല്ലാ പരീക്ഷാ നടത്തിപ്പിലും, ഇപ്പോൾ UPSC പരീക്ഷകളുടെ പല കാര്യത്തിലും ഇതേ ക്രമക്കേട് ആരോപണങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ മേൽനോട്ടത്തിന് കീഴിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏതാണ്ട് എല്ലാ പരീക്ഷകളുടെ കാര്യത്തിലും പല തരത്തിലുള്ള ആക്ഷേപങ്ങൾ പല ഘട്ടങ്ങളിലായിട്ട് ആവർത്തിച്ച് കേൾക്കുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞത്. അണ്ണാ ഹസാരയുടെ സമയത്തുണ്ടായിരുന്ന പോലെയുള്ള അതിനേക്കാൾ വലിയ ഇമ്പാക്റ്റാണ് യഥാർത്ഥത്തിൽ ഈ വിദ്യാർത്ഥികൾ ഉയർത്തിയ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഈ പ്രശ്നത്തിനുള്ളത് എന്നതാണ്. അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ ഈ പ്രതിപക്ഷ നിരയിൽ ഇതുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ടിരിക്കുന്ന ഒരു എനർജി കൂടി പരിഗണിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ബാധിക്കുന്ന വിധത്തിലുള്ള ഒരു മൂവ്മെൻറ്റായി ഇത് ഇതിനകം തന്നെ പരിണമിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പഴയതുപോലെയല്ല, പഴയതിൽ ഒരു ഓർക്കസ്ട്രേറ്റ് ചെയ്തെടുത്ത മൂവ്മെൻറ്റ് കൂടി ആയിരുന്നു യഥാർത്ഥത്തിൽ ഈ ആൻറ്റി കറപ്ഷൻ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. പീപ്പിൾ അഗൻസ്റ്റ് കറപ്ഷൻ എന്ന ആ മൂവ്മെൻറ്റ് യഥാർത്ഥത്തിൽ പല ദിക്കിൽ നിന്ന് RSSൻ്റെയും മറ്റും പിന്തുണയോട് കൂടി ഓർഗനൈസ് ചെയ്തെടുത്തൊരു സംഗതിയായിരുന്നു. ഇവിടെ ഓർഗാനിക്കലി തന്നെ വന്ന് ഭവിച്ചിരിക്കുകയാണ് ഒരു സമരം എന്നത്. അതൊരു പക്ഷേ പ്രതിപക്ഷത്തിൻ്റെ ഏറെക്കാലത്തെ ഒരു നിസ്സംഗതയ്ക്ക് ശേഷമാകാം ഈ ഒരു സമരം രൂപം കൊണ്ടത് എന്നത് ശരിയാണ്. അതിനോട് യഥാർത്ഥത്തിൽ പ്രതിപക്ഷം കൂടി അതിനോട് പ്രതികരിക്കാൻ കമ്പൽഡ് ആകുന്നൊരു സാഹചര്യം വന്നുപെട്ടിരിക്കുന്നു. എല്ലാ ഒരു സംസ്ഥാനങ്ങളിൽ നിന്നും പിന്നെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഇന്ത്യൻ കമ്മ്യൂണിറ്റികൾ വലിയ തോതിലുള്ള പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നേരിടുന്ന ഏറ്റവും വലിയ ത്രെട്ടാണ് ഇത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇത് ത്രെട്ടാണെന്ന് പറയുമ്പോൾ പോലും ഇപ്പോൾ ബഷീർ നേരത്തെ സൂചിപ്പിച്ച ഈ ഒന്ന്, ഇപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് പ്രത്യക്ഷത്തിൽ സമരത്തിനിറങ്ങിയ സാഹചര്യത്തിൽ അവരെയും ഇതര പ്രതിപക്ഷ പാർട്ടികളെയും സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം, CJP ചെറുപ്പക്കാരായ ആളുകളെയും കോൺഗ്രസിനെയും സ്പ്ലിറ്റ് ചെയ്യാനുള്ളൊരു ശ്രമം, ഇത് ഒരു ഭാഗത്ത് നടക്കുന്നു. ഇത് നടക്കുമ്പോൾ തന്നെ അത് സർക്കാരിൻ്റെ അല്ലെങ്കിൽ BJPയുടെ നേതൃത്വം മുൻകൈയെടുത്ത് തന്നെ ആ ശ്രമം നടത്തുന്നത്. ഇത് അനാർക്കിസമാണ് നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രചരണങ്ങൾ വേറൊരു തരത്തിൽ, പിന്നെ ഇവരെ രാജ്യവിരുദ്ധരായി ചിത്രീകരിക്കാനുള്ള ശ്രമം വേറൊരു തരത്തിൽ, ഇങ്ങനെ പല നിലയ്ക്ക് അത് നടക്കുന്നുണ്ട്. അപ്പോൾ പോലും ഇതിൻ്റെ ഉള്ളിലും ഈ പ്രശ്നം ഉണ്ട് എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ. അതായത് ഇപ്പോൾ കോൺഗ്രസ് ഇതിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇന്നലെ പ്രധാനമന്ത്രിയുടെ ഓഫീസിന് മുന്നിൽ സമരം നടത്തിയത് എന്ന് ആം ആദ്മി പാർട്ടി പരസ്യമായി തന്നെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അതിനവർ പറയുന്നത് ഇത്രയും നാൾ കുട്ടികൾ സമരം നടത്തുമ്പോൾ അതിലേക്ക് തിരിഞ്ഞു നോക്കാത്ത സർക്കാർ രാഹുൽ ഗാന്ധി സമരത്തിനിരുന്ന് മണിക്കൂറുകൾക്ക് 10-20 മിനിറ്റിനകം 2 സഹമന്ത്രിമാരെയും കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയെയും ചർച്ചയ്ക്ക് നിയോഗിച്ചു. എന്തുകൊണ്ട് ജന്തർ മന്ദറിലേക്ക് തിരിഞ്ഞു നോക്കാത്തയാൾ രാഹുൽ ഗാന്ധിയിലേക്ക് പെട്ടെന്ന് തിരിഞ്ഞു നോക്കി എന്ന ചോദ്യമാണ് ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. അത്തരത്തിലുള്ള സ്പ്ലിറ്റ് ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ അവിടെ നടക്കുന്നുണ്ട്, അനൈക്യമുണ്ട് പ്രതിപക്ഷത്ത് എന്നതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ
ഈ ആഗോളതലത്തിലുള്ള റെസ്പോൺസും ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിലുള്ള റെസ്പോൺസും ജനങ്ങൾക്ക് ഇതിനോട് കാണിക്കുന്ന ഈ വിദ്യാർത്ഥി സമരത്തോട് കാണിക്കുന്ന ഒരു അനുകൂല മനോഭാവവും എല്ലാം വെച്ച് നോക്കുമ്പോൾ ഇതൊരു വലിയ ഭീഷണിയാണ് BJP സർക്കാരിന് മുമ്പിൽ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം ഇപ്പോൾ കേരളത്തിൽ നിന്ന് പോലും നമുക്കിത് കാണാം. ഇപ്പോൾ മോഹൻലാലിൻ്റെ മകൾ ഈ സമരത്തോട് അനുഭാവം പ്രകടിപ്പിക്കുന്നു എന്ന് പറയുന്നു. സിനിമാ രംഗത്ത് നിന്ന് ഒട്ടേറെ പേർ ഇതിന് അനുഭാവം പ്രകടിപ്പിച്ച് രംഗത്ത് എത്തിക്കഴിഞ്ഞു. ഈ വിധത്തിൽ രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് ആളുകളെ, യുവജനങ്ങളെ പ്രത്യേകിച്ചും സ്വാധീനിക്കുന്ന ഒരു പ്രശ്നമായി ഇത് വന്നിരിക്കുന്നു. അത് പൊതുരാഷ്ട്രീയത്തിലേക്ക് പ്രതിഫലിക്കാതിരിക്കില്ല. പക്ഷേ ഇതിൽ കൗതുകരമായിട്ട് എനിക്ക് തോന്നിയത് ഇന്ന് സുപ്രീം കോടതിയുടെ ഒരു റിയാക്ഷനായിരുന്നു. കാരണം ഡൽഹി നഗരത്തിൽ മാത്രമല്ല മാധ്യമങ്ങളുടെ ഇത് നമ്മൾ ഈ 2011 കമ്പയർ ചെയ്ത് നോക്കും. അക്കാലത്ത് സുപ്രീം കോടതി ഇടപെട്ടുകൊണ്ടേയിരിക്കുകയാണ്. പല കേസുകളിലായി സുപ്രീം കോടതി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. മാധ്യമങ്ങൾ യഥാർത്ഥത്തിൽ അന്ന് ഉയർന്നു വന്ന പല പ്രശ്നങ്ങളും മാധ്യമങ്ങളിലൂടെയാണ് ഉയർന്നു വന്നത്. ഇപ്പോൾ ഈ 2G സ്പെക്ട്രത്തിൻ്റെ കേസൊക്കെ മാധ്യമങ്ങളിലൂടെയാണ്. ഔട്ട്ലുക്കിലും അതുപോലെ പയനീർ പത്രത്തിലൂടെയുമാണ് 2G സ്പെക്ട്രം കേസ് വലിയ തോതിൽ ഉയർന്നു വന്നത്. ഇന്ന് അങ്ങനെയൊന്നും കാണാനില്ല. ആ പ്രശ്നം അവിടെയുണ്ട്. മാധ്യമങ്ങളോ അതിൽ ഈ പൊതു താല്പര്യ ഹർജികളുടെ ഒരു നിര തന്നെ ഉണ്ടായിരുന്നു. ഈ 2G സ്പെക്ട്രം, കൽക്കരി, ആദർശ്, അതുപോലെ കോമൺവെൽത്ത് ഗെയിംസ്, ഇതുമൊക്കെയായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിലും മറ്റിതര കോടതികളിലുമായിട്ട് പലതരത്തിലുള്ള ഹർജികളുടെ ഒരു പ്രളയം തന്നെ ഉണ്ടായിരുന്നു. ഇത് പല രീതിയിൽ പരിഗണിക്കപ്പെട്ടിരുന്നു കോടതികളൊക്കെ. ഇന്നിപ്പോൾ ഡൽഹി നഗരത്തിൽ സുപ്രീം കോടതിയുടെ തൊട്ട് മുമ്പിൽ അവിടെ സമരം ചെയ്തിരുന്ന ചെറുപ്പക്കാരെ പോലീസ് വലിയ തോതിൽ അടിച്ച് അമർത്തുന്നതിൻ്റെ, ആക്രമിക്കുന്നതിൻ്റെ എന്ന് തന്നെ പറയാം. നമുക്ക് ഒരു എന്താ പറയുക, രാജ്യത്തേക്ക് കടന്നു കയറാൻ ശ്രമിക്കുന്ന, രാജ്യം കൈയടക്കാൻ വരുന്ന ഒരു വൈദേശിക ശക്തികളെ ആക്രമിക്കുന്നതിന് തുല്യമായ വിധത്തിലാണ് പോലീസ് ആ കുട്ടികളോട് പെരുമാറുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ പെല്ലറ്റ് ഗൺ അവിടെ ഉപയോഗിച്ചു എന്നുള്ളതിൻ്റെ തെളിവുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഹോസ്പിറ്റൽ അധികൃതർ തന്നെ പറയുന്നുണ്ട് പെല്ലറ്റ്സ് കുട്ടികളുടെ ദേഹത്തിൽ നിന്ന് റിമൂവ് ചെയ്യേണ്ടി വന്നു എന്ന്. ഇന്ന് ഹിന്ദു അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയും ഗുരുതരമായൊരു സാഹചര്യം ഉണ്ടായിട്ടും അത് മെൻഷൻ ചെയ്യുമ്പോൾ ഇതൊന്നും അടിയന്തരമായിട്ട് പരിഗണിക്കേണ്ട ഹർജിയേ അല്ല എന്ന് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് പറയുന്നു. സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് പറയുന്നു എന്ന് പറയുമ്പോൾ ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്നൊരു സംവിധാനം രൂപപ്പെടാൻ ഇടയാക്കിയ വിധത്തിലുള്ള അവഹേളനപരമായ പരാമർശം നടത്തിയ ചീഫ് ജസ്റ്റിസ് തന്നെയാണ് ഇപ്പോൾ ഇതൊന്നും അങ്ങനെ ഗൗരവത്തിൽ പരിഗണിക്കേണ്ട കാര്യമല്ല. പോലീസിൻ്റെ അതിക്രമത്തിൻ്റെ ദൃശ്യങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ അതൊന്നും കണ്ട് സമയം കളയാൻ ഇല്ല കോടതിക്ക് എന്ന മട്ടിൽ പ്രതികരിക്കുകയാണ് കോടതി. അപ്പോൾ അതിപ്പോൾ ഈ സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ സുപ്രീം കോടതി ജുഡീഷ്യറിയുടെയും അതോടൊപ്പം മാധ്യമങ്ങളുടെയും കാര്യത്തിൽ വ്യക്തമാക്കപ്പെട്ട കാര്യമാണല്ലോ. ഈ സംവിധാനങ്ങളെ മുഴുവൻ കേന്ദ്ര സർക്കാർ സ്വാധീനിക്കുന്നുണ്ട് എന്ന് മാധ്യമങ്ങളെ ഏതാണ്ട് മുഴുവനായും തന്നെ പ്രധാന മാധ്യമങ്ങളെ മുഴുവൻ വിലക്കെടുത്ത് കഴിഞ്ഞു എന്നതൊക്കെ ഒബ്വിയസ് ആയി കഴിഞ്ഞ കാര്യമാണല്ലോ. 2011 യഥാർത്ഥത്തിൽ ജുഡീഷ്യറിയുടെയും മാധ്യമങ്ങളുടെയും ബഹുജന പ്രക്ഷോഭത്തിൻ്റെയും എല്ലാം കൂടി ഒരു കൂടിച്ചേരലുണ്ടായപ്പോൾ അതിന് പകരം അതിനോട് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ അങ്ങനെയല്ല. പക്ഷേ ഈ സ്ഥാപനങ്ങളെല്ലാം സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്ന വിധത്തിലാണ് ഈ പ്രക്ഷോഭം എന്ന കാര്യം. ഇന്നലെ ദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ടർമാർ അവരുടെ ലൈവ് യൂണിറ്റുമായി ലൊക്കേഷനുകൾ നിൽക്കുമ്പോൾ അവരെ വളഞ്ഞിട്ട് മുദ്രാവാക്യം വിളിക്കുന്ന കുട്ടികളെ കാണാം. ഒട്ടേറെ മാധ്യമപ്രവർത്തകരെ എങ്ങനെ എസ്കോർട്ട് ചെയ്ത് പുഷ് ചെയ്ത് പുറത്തേക്ക് നീക്കി, ഞങ്ങളുടെ പ്രശ്നം റിപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ വരേണ്ടതില്ല എന്ന് പറഞ്ഞ് റിപ്പോർട്ടർമാരെ ഇങ്ങനെ തള്ളി നീക്കുന്നത് കാണാം. എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങളിൽ, ദേശീയ മാധ്യമങ്ങളിൽ, മുഖ്യധാരാ മാധ്യമങ്ങളിലുള്ള വിശ്വാസം പൂർണ്ണമായും ആളുകൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ തന്നെ തുടർച്ചയാണ്. അത് തന്നെ ശരിവെക്കുന്ന വിധത്തിലാണ് ആ മാധ്യമ സ്ഥാപനങ്ങൾ ഇന്നലെ ഇതിനെ അനലൈസ് ചെയ്യുന്നതും. കാരണം വലിയ തോതിൽ പ്രധാനമന്ത്രിയുടെ വീടിന് മുമ്പിൽ പോലും പ്രക്ഷോഭം നടക്കുമ്പോൾ ആ പ്രക്ഷോഭകാരികൾക്ക് ഇടയിൽ, അല്ലെങ്കിൽ പ്രക്ഷോഭം നടത്തുന്ന കോൺഗ്രസിനും പ്രതിപക്ഷത്തെ മറ്റൊരു പാർട്ടിയായ ആം ആദ്മി പാർട്ടിയും തമ്മിലുള്ള ചെറിയൊരു സ്പ്ലിറ്റാണ് അവർ ഹെഡ്ലൈൻ ആയിക്കൊണ്ടുവരുന്നത്. ഈ പ്രക്ഷോഭം ഒരു സൈഡിൽ നടക്കുന്നതോ വിദ്യാർത്ഥികൾ ഇപ്പുറത്ത് വേറെ രീതിയിലുള്ള പ്രക്ഷോഭം നടത്തുന്നതോ ഒന്നും ചിത്രത്തിലില്ല. മറിച്ച് ഇവർക്കിടയിലെ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളെ വലുതാക്കിയെടുക്കാണ്. ഞാൻ ഇന്നലെ ദീർഘകാലത്തിന് ശേഷം ഈ ദേശീയ മാധ്യമങ്ങൾ എന്ന് അവകാശപ്പെടുന്ന മീഡിയ എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യുന്നതെന്ന് കാണാൻ വേണ്ടി കുറേ കാലത്തിന് ശേഷം ഞാൻ ഇവരുടെ ഡിബേറ്റിൻ്റെ ലൈവ് ഡിബേറ്റ് കാണാൻ ശ്രമിച്ചിരുന്നു. നമുക്കൊരു 5-6 മിനിറ്റിനപ്പുറം കണ്ടിരിക്കാൻ പറ്റാത്ത വിധത്തിൽ ഭരണകൂടത്തോടുള്ള അടിമത്വം പ്രഖ്യാപിക്കുന്ന വിധത്തിലാണ് അതിൻ്റെ അവതാരകർ സത്യം പറഞ്ഞാൽ സംസാരിച്ചുകൊണ്ടിരുന്നത്.
പല നരസിംഹങ്ങളും അതേ രീതിയിൽ ആവർത്തിച്ചുകൊണ്ട് ഇത് കാണിക്കുന്നത് നമുക്ക് കാണാമായിരുന്നു. അതായത് ഇത് മുഴുവൻ അരാജകത്വമാണ്. റൂൾ ഓഫ് ലോയ്ക്ക് വേണ്ടി വാദിക്കുന്നവർ ഇവിടെ ലോയെ ബ്രേക്ക് ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രിയുടെ വീടിന് മുമ്പിൽ പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ്. ഇത് രാജ്യത്തെ അപകടത്തിലാക്കലാണ്, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ സുരക്ഷയെ ബാധിക്കുന്ന വിധത്തിലാണ് ഇവർ പെരുമാറുന്നത് എന്നൊക്കെ ഒരു ഉളുപ്പില്ലാതെ പറയുന്ന ആളുകളാണ്. 2011 സാഹചര്യത്തിലേക്ക് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. 2011 ആ ഘട്ടത്തിലാണ് നാഷൻ വാണ്ട്സ് ടു നോ എന്ന അർണബ് ഗോസ്വാമിയുടെ മുദ്രാവാക്യം തന്നെ ഉയർന്നു വരുന്നത് ഏതാണ്ട് ആ ഘട്ടത്തിലാണ്. അപ്പോൾ മാധ്യമങ്ങളുടെ പിന്തുണയില്ല എന്ന് മാത്രമല്ല, മാധ്യമങ്ങൾ BJP സർക്കാരിൻ്റെ അല്ലെങ്കിൽ NDAയുടെ ഘടകകക്ഷികളെ പോലെയാണ് പെരുമാറുന്നത്. പ്രധാനപ്പെട്ട മാധ്യമങ്ങളെല്ലാം അവർ വിലക്കെടുത്ത് കഴിഞ്ഞതാണ്. നേരത്തെ തന്നെ വലിയ ശ്രമങ്ങളിലൂടെ പ്രധാനപ്പെട്ട ദേശീയ മാധ്യമ ശൃംഖലകളെ ഭരണകക്ഷിയോ അല്ലെങ്കിൽ ഭരണകക്ഷിയുടെ അനുഭാവം പ്രകടിപ്പിക്കുന്ന കോർപ്പറേറ്റ് ഗ്രൂപ്പുകളാൽ ഏറ്റെടുക്കപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ട് അതിൽ നിന്ന് ആ വിഭാഗത്തിൽ നിന്ന്, അത്തരം മാധ്യമങ്ങളിൽ നിന്ന് ഈ സമരത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം പ്രതിഫലിക്കും എന്ന് നമുക്ക് കരുതാൻ വയ്യ. അതിലും സമരക്കാർ അതിനെയും തിരിച്ചറിഞ്ഞിരിക്കുന്നു. അത് മാത്രമല്ല, സമരം ചെയ്യുന്നതിനോടൊപ്പം തന്നെ അത് കൗതുകരമായിട്ട് എനിക്ക് കണ്ടു. ഇപ്പം പല മാധ്യമപ്രവർത്തകരെയും അവിടുന്ന് തള്ളി പുറത്താക്കുന്ന കാഴ്ചയെക്കുറിച്ച് ബഷീർ പറഞ്ഞല്ലോ. വേറൊരു രംഗത്ത് നമ്മൾ കാണുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ സമരം ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികളും അവരുടെ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് അവിടുത്തെ ദൃശ്യങ്ങൾ എടുക്കുകയും അവിടെ ആളുകളുമായിട്ട് സംസാരിക്കുകയും അതാത് സമയത്ത് തന്നെ അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന കാഴ്ചയാണ്. ഈ സമരം തുടങ്ങിയതിന് ശേഷം ഒരു പുതിയ മാധ്യമ സംവിധാനം തന്നെ ഉയർന്നു. ഇപ്പോൾ പീക്ക് TV എന്ന പേരിലൊരു ഒരു പുതിയ ഒരു സംരംഭം, അത് ഈ സമരത്തിൽ നിന്ന് തന്നെ ആണ് യഥാർത്ഥത്തിൽ അതിൽ ജീവൻ വെച്ച് വന്നത് എന്ന് തോന്നുന്നു. വളരെ സമഗ്രമായി ഈ സമരത്തെ കവർ ചെയ്യുന്നുണ്ട്. അതിന് സോഷ്യൽ മീഡിയയിൽ കിട്ടുന്ന കാഴ്ചക്കാരുടെ എണ്ണം കണ്ടാൽ നമ്മൾ യഥാർത്ഥത്തിൽ അതിശയിച്ചു പോകും. ആ വിധത്തിലുള്ള വലിയ കാഴ്ചക്കാരുണ്ട് അതിന്. അപ്പോൾ മാധ്യമങ്ങളുടെ ഈ അവഗണനയെ നേരിടാൻ ഇപ്പോൾ യുവാക്കൾ പ്രാപ്തരായിരിക്കുന്നു. യഥാർത്ഥത്തിൽ കോടതിയിൽ നിന്ന് തന്നെയാണ് ഈ സമരത്തിൻ്റെ അല്ലെങ്കിൽ ഈ സംഘടനയുടെ CJP എന്ന സംഘടന തന്നെ ഉണ്ടായത് കോടതിയുടെ ഒരു പരാമർശത്തിനെതിരെയാണ്. അപ്പോൾ കോടതികളുടെ പിന്തുണയില്ല, ജുഡീഷ്യറിയുടെ പിന്തുണയില്ല എന്നതോ മാധ്യമങ്ങൾ തിരിഞ്ഞു നോക്കുന്നില്ല എന്നതോ ഈ സമരത്തെ ഇല്ലാതാക്കുന്നില്ല. ഇത് രണ്ടു കൂട്ടരും, അതായത് ഇപ്പം കോൺഗ്രസിൽ നിന്ന് ഞാൻ വളരെ പോസിറ്റീവായി കണ്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ CJPയുടെ സമരത്തിൻ്റെ ഒരു തുടർച്ചയിലാണ് ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതെന്ന് പല കോൺഗ്രസ് നേതാക്കളും പറയുന്നത് കേട്ടു. അതായത് ആ സമരത്തെ അവർ പൂർണ്ണമായും തള്ളിക്കളയുന്നില്ല. കോൺഗ്രസ് നേരത്തെ മുതൽ തന്നെ ഈ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് സമരരംഗത്തുണ്ട്. പക്ഷേ അതിനെ തെരുവിലേക്ക് വലിയ തോതിൽ കൊണ്ടുവന്നത് CJPയാണ്. ആ CJPയുടെ സമരത്തിൻ്റെ തുടർച്ചയിലാണ് ഞങ്ങൾ ഈ പ്രക്ഷോഭത്തിന് ഇറങ്ങിയത്, അത് ഞങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകും എന്ന് കോൺഗ്രസ് അവകാശപ്പെടുന്നുണ്ട്. ജന്തർ മന്ദറിൽ തമ്പടിച്ചിരിക്കുന്ന ഈ പ്രക്ഷോഭകാരികൾ അവരും ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകും എന്ന് അവകാശപ്പെടുന്നുണ്ട് രണ്ടു കൂട്ടരും. പക്ഷേ ഇപ്പോഴും വളരെ സ്ട്രോങ് ആയി നിൽക്കുന്ന ഒരു ഭരണ സംവിധാനം എന്ന മട്ടിൽ അവിടെ സർക്കാരും അതിൻ്റെ സംവിധാനങ്ങളും അതിനെ പിന്തുണയ്ക്കുന്ന മീഡിയ, കോർട്ട്, മറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒക്കെ അവിടെ ഉണ്ട്. അതുകൊണ്ട് ഇവർക്കിത് എത്ര എളുപ്പമായിരിക്കും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. അതുപോലെ ഫിസിക്കലി എളുപ്പമാവില്ല എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഏതെങ്കിലും രീതിയിൽ ഇതിനെ അട്ടിമറിച്ച് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് സർക്കാരിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ഒരു ബഡ്ജിങ്, ഒരു മുട്ടുമടക്കൽ സാധിച്ചെടുക്കും എന്നൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യ. ഈവൻ വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി പോലും ഒരു പക്ഷേ ഉണ്ടാകണമെന്നില്ല. പക്ഷേ വിശ്വാസം തകർന്നിരിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. കോടതിയുടെയും മാധ്യമങ്ങളുടെയും ഭരണകൂടത്തിൻ്റെ തന്നെയും വിശ്വാസ്യത എന്നത് മുച്ചൂടും തകർന്നു പോയിരിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഈ അവസാനം അത് നഷ്ടപ്പെടേണ്ടിയിരുന്നത് ഈ പുതിയ തലമുറയിലായിരുന്നു. പുതിയ തലമുറക്ക് ഈ സംവിധാനങ്ങളിലുള്ള വിശ്വാസം പൂർണ്ണമായും നഷ്ടം. ഇന്നലെ ഡൽഹി പോലീസ് അടിക്കാൻ ശ്രമിക്കുമ്പോൾ കൈകെട്ടി അടി ഏറ്റുവാങ്ങുന്ന ഒരുപാട് കുട്ടികളുടെ ചിത്രങ്ങൾ കാണാം. അടിയിൽ നിന്ന് മാറി നിൽക്കാനോ അതിൽ നിന്ന് തെന്നി മാറാനോ അതിനെ ചെറുക്കാനോ അല്ല നോക്കുന്നത്, അടിക്കൂ എന്ന് പറഞ്ഞ് കൈ ഇങ്ങനെ താഴ്ത്തിയിട്ട് നിൽക്കുന്ന കുട്ടികളുടെ ചിത്രം കാണാം. അതൊരു അമർഷത്തിൻ്റെ പ്രതിഫലനമാണ്. അത് ഈ സംവിധാനങ്ങളെ മുഴുവനും അവിശ്വസിക്കുന്ന പുതിയ തലമുറയുടെ ഒരു ചിത്രമാണ് എന്നാണ്. ഇത് അനാർക്കിസമാണ് എന്ന് പറഞ്ഞാൽ അവരാണല്ലോ തീരുമാനമെടുക്കേണ്ടത്. ആത്യന്തികമായി പുതിയ തലമുറയാണല്ലോ തീരുമാനമെടുക്കേണ്ടത്. അവർക്കത് അങ്ങനെ വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല. റൈറ്റ്. എന്തായാലും നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയതിന് ശേഷം 12 വർഷം ഒരു വ്യാഴവട്ടത്തിൻ്റെ വലിയ നേട്ടങ്ങളെക്കുറിച്ചുള്ള ഊതിപ്പെരുപ്പിച്ച അവകാശവാദങ്ങൾ വലിയ തോതിൽ പ്രചരിപ്പിക്കപ്പെട്ടത് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ്.
നമ്മളുടെ മുമ്പിലുള്ള എല്ലാ ടെലിവിഷൻ സ്ക്രീനിലും, എല്ലാ ഭാഷകളിലുമുള്ള ടെലിവിഷൻ സ്ക്രീനിലും ആ അവകാശവാദങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു. പലതും പൊള്ളയായ അവകാശവാദങ്ങൾ പോലും ആയിരുന്നു എന്നുള്ളത് നമ്മൾ പലരും അറിഞ്ഞുപോലും ഉണ്ടാകില്ല. ആ അവകാശവാദങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ തൊട്ട് പിറകെയാണ് യുവാക്കളുടെ വലിയ രോഷം രാജ്യ തലസ്ഥാനത്ത് വലിയ തോതിൽ അണമുറിഞ്ഞ് ഒഴുകാൻ തുടങ്ങിയത്. അതിൻ്റെ പ്രതിഫലനം എന്തായിരിക്കും എന്നുള്ളത് വരും നാളുകളായിരിക്കും നമുക്ക് പറഞ്ഞു തരിക. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റു എപ്പിസോഡുമായി വീണ്ടും കാണാം.